25/10/2025 കേരള PSC നടത്തിയ 10th പ്രിലിംസ് ലെവലിലെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2025. 1. താഴെ പറയുന്നവയിൽ മത്സ്യയിനത്തിൽ പെടാത്തവ ഏത്? താഴെ പറയുന്നവയിൽ മത്സ്യയിനത്തിൽ പെടാത്തവ ഏത്? ഉത്തരം എ. ചെമ്മീൻ. 2. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത്? ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത്? ഉത്തരം ചൈന. 3. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേരെന്ത്? ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേരെന്ത്? ഉത്തരം ബി. വിസരണം. 4. 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? ഉത്തരം ബി ആണ്. 1. അർജന്റീന 3ാമതും കപ്പ് നേടി. 2. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു. 4. കിലിയാൻ എംബാപ്പ ഗോൾഡൻ ബൂട്ട് നേടി. 5. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. ഉത്തരം സി. അനേർട്ട്. 6. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ഉത്തരം എ. വില്ലോ മരം. 7. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയാണ്, പക്ഷേ കെ. കേളപ്പനാണ് കേട്ടോ. 8. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം സി. കേരളം. 9. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലാഗണനക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലാഗണനക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ഉത്തരം ഡി. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഡി ആണ് തന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്നാണ്? 1942. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1917. ചൗരി ചൗര സമരം നടന്നതെന്നാണ്? 1922. നിസ്സഹകരണ സമരം നടന്നതെന്നാണ്? 1920 കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഏതാ വരിക? നിസ്സഹകരണ സമരം അല്ലേ? അല്ല, ആദ്യം ഏതാ വരിക? ചമ്പാരൻ സത്യാഗ്രഹം, രണ്ടാമത്തത്. പിന്നെ നിസ്സഹകരണ സമരം, നാലാമത്തത്. പിന്നെ ചൗരി ചൗര സംഭവം, മൂന്നാമത്തത്. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം, ഒന്നാമത്തത്. ഇങ്ങനെയാണ് ആൻസർ വരിക. അപ്പോൾ ഇതിലൊരു ആൻസർ കൊടുത്തിട്ടില്ല, പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഡി എന്നാണ് കൊടുത്തത്. 10. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ഉത്തരം സി. മഞ്ഞപ്പിത്തം. 11. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഡി. വെസ്റ്റ് ബംഗാൾ. 12. ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം എ. ഹിമാചൽ പ്രദേശ്. 13. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സി. മേഘാലയ. 14. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഉത്തരം സി. 1931. 15. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഉത്തരം സി. സർദാർ വല്ലഭായ് പട്ടേൽ. 16. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? ഉത്തരം എ. യങ് ഇന്ത്യ. 17. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാ? ഉത്തരം ബി ആണ്, ആർട്ടിക്കിൾ 14. 18. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബൊണാപാർട്ട് ഫ്രാൻസിന്റെ കിരീടാധികാരിയായത്? ഏത് വർഷത്തിലാണ്? ഉത്തരം ബി. 1804.
19. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ കേരളം. 20. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ സിക്കിം. 21. വന്ദിക്കാനും ജയിക്കാനുമില്ല അറിയാനും അറിയിക്കാനുമില്ല എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഡി ശ്രീനാരായണ ഗുരു. 22. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആര്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആര്? ഉത്തരം ബി മന്നത്ത് പത്മനാഭൻ. 23. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്താക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം എ കൈബുൾ ലംജാവോ. 24. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത്? ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത്? ഉത്തരം സി ദ്രാവിഡ ശൈലി. 25. മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം എ ആണ്, ഒന്ന് മാത്രം. 26. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലും ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? ഉത്തരം ബി ക്ലോഡിയ ഗോൾഡിൻ. 27. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ഉത്തരം സി ജോട്ടാനാഗ്പൂർ പീഠഭൂമി. 28. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? ഉത്തരം എ ബൃഹദീശ്വര ക്ഷേത്രം. 29. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത്? ഉത്തരം ബി കുടുംബശ്രീ. 30. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആര്? 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയിത്രി ആര്? ഉത്തരം സി സുഗതകുമാരി. 31. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം എ 226. 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഉത്തരം ബി അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏത്? ഉത്തരം സി മണ്ടാമസ്. 34. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഉത്തരം എ സ്വരൺ സിംഗ് കമ്മിറ്റി. 35. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം എ 51A. 36. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ബി ഡിസംബർ 10. 37. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം ഡി ശ്രീമതി വിജയഭാരതി സയാനി. 38. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. 39. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഉത്തരം ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? രവീന്ദ്രനാഥ്
ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? ഉത്തരം ബി. വിശ്വഭാരതി. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ബി. ശ്രീനാരായണ ഗുരു. 42 കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഉത്തരം സി. ഇരവികുളം. 43 കേരളത്തിൽ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഉത്തരം ഡി. വേമ്പനാട്ട് കായൽ. 44 കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആര്? ഉത്തരം ബി. പി.ടി. ഉഷ. 45 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ഉത്തരം എ. മുതിരപ്പുഴ. 46 നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. മത്സ്യം. 47 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഉത്തരം സി. എ. കെ. ഗോപാലൻ. 48 കേരളത്തിൽ ഏറ്റവും ആഴമുള്ള തുറമുഖം. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം. ഉത്തരം വിഴിഞ്ഞം. 49 കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. ഉത്തരം എ. കുമ്പളങ്ങി. 50 ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. 51 കവിയും കമണ്ഡലുമില്ലാതെ സന്യാസി എന്നറിയപ്പെടുന്നത്. ഉത്തരം സി. ചട്ടമ്പി സ്വാമികൾ. 52 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഉത്തരം എ. മിഥുൻ ചക്രവർത്തി. 53 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ഡി. ആറ്റിങ്ങൽ കലാപം. 54 പൊയ്ക്കൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം സി ആണ് 2ഉം 4ഉം. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. 4 ഐത്യജാതികൾക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. 55 ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി. ഉത്തരം INS അരിഗാദ്. 56 താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡികൾ ഏതെല്ലാം? ഉത്തരം ബി. 2ഉം 4ഉം. 2 VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. 4 പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. 57 ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരജ്ഞനും വാഴുന്ന മാതൃകാ സംസ്ഥാനമാണ് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? ഉത്തരം ഡി. അരുവിപ്പുറം ക്ഷേത്രം. 58 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം. ഉത്തരം എ. പയ്യന്നൂർ. 59 സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം. ഉത്തരം ബി. മനു ബക്കർ. 60 കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമ്യ പരിഷ്കർത്താവ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം സി. മന്നത്ത് പത്മനാഭൻ. 61 താഴെ തന്നിരിക്കുന്നതിൽ ഏതു സസ്യവിഭാഗത്തിൽ പെടുന്നവയാണ് റിക്സിയ? താഴെ പറയുന്നവയിൽ ഏതു സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? ഉത്തരം ബി. ബ്രയോഫൈറ്റ്. 62 മനുഷ്യന്റെ പൂർണ്ണ കാലഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? ഉത്തരം സി. 270 മുതൽ 280 ദിവസം വരെ. 63 തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം എ. DNA ബാർകോഡിംഗ്.
64 താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികൾ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികൾ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ഉത്തരം ഡി, മെലട്ടോണിൻ. 65 താഴെ തന്നിരിക്കുന്നതിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിനും കാരണമാകുന്ന വൈറസ് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിനും കാരണമാകുന്ന വൈറസ് ഏത്? ഉത്തരം സി, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. 66 കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുന്ന എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? ഉത്തരം സി, അനുയാത്ര. 67 ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം ഡി ആണ്. പ്രസ്താവനകളെല്ലാം ശരിയാണ്. 68 താഴെ തന്നിരിക്കുന്ന കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഗുണമേന്മയുള്ള കൂൺ ഇനം ഏത്? ഉത്തരം എ, ഭീമ. 69 അസ്ഥികളുമായി ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം സി ആണ്, ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. 70 വിറ്റാമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. ഉത്തരം സി. 71 പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്കോർക്ക് +2/3 ഈ ചാർജ് ഉള്ളതും ഒരു ഡൺ കോർക്ക് -1/3 ഈ ചാർജ് ഉള്ളതും ആണ്. ഇവിടെ ഈ എന്ന് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കോർക്ക് സംയോജനം ആകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഉത്തരം ഇ ആണ് കേട്ടോ. 72 ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? ഉത്തരം സി, ജലം. 73 6 കിലോ മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഏത്? ഉത്തരം ഡി, എല്ലായിടത്തും 6 കിലോ. 74 താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഉത്തരം സി, ജൂൾ/സെക്കൻഡ്. 75 സാധാരണയായി ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യതമായി ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? 75 എ ആണ് കേട്ടോ. 76 ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇവയിൽ ഏതാണ് ശരിയെന്നതാണ്. ഉത്തരം ബി ആണ്, 2 മാത്രം. 77 പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്. ഉത്തരം ഡി ആണ്, 1, 2, 3 ഇവയെല്ലാം ശരിയാണ്. 78 ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിൻ്റെ ഗതികോർജവും ആകെ ഊർജവും എത്രയാണ്? ഉത്തരം ബി ആണ്, ഗതികോർജം. 79 ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയോഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്ത്? 79 എ ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? സിൻ നമ്പർ. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഉത്തരങ്ങൾ എന്ത് ചെയ്യാം പറഞ്ഞു പോകാം. 81 ബി ആണ്. 82 സി ആണ്. 83 ഡി ആണ്. 84 എ ആണ്. 85 ബി ആണ്. 86 സി ആണ്. 87 ബി ആണ്. 88 എ ആണ്. 89 സി ആണ്. 90 എ ആണ് കേട്ടോ. 91 ഡി ആണ്. 92 ഡി ആണ്. 93 എ ആണ്. 94 എ ആണ്. 95 ബി ആണ്. 96 ഡി ആണ്. 97 സി ആണ്. 98 സി ആണ്.
99ാമത്തത് ബി ആണ്. 100ാമത്തത് ഡി ആണ്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇനി ഫൈനൽ ആൻസർ കീ വന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. താങ്ക്